ആധുനികതയുടെ അതിപ്രസരം നമ്മുടെ ഭവനങ്ങളിലും പള്ളികളിലും ആയിക്കഴിഞ്ഞു. അതിപ്രസരമായി. അത് ഇപ്പോഴും മൈക്കില്ലാത്ത പള്ളിയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും വയ്യ. വരങ്ങൾ വരമാണെന്നൊരു സംശയമില്ല, കാരണം അത് എന്തെല്ലാം നമുക്ക് ചെയ്തു തരുന്നു. പക്ഷെ അത് നമ്മൾ അറിയുന്നില്ല. പ്രകൃതിയോടൊരു അഫിനിറ്റി അറിയാം. എന്നാൽ നമുക്കൊരു ദോഷവും ചെയ്തിട്ടില്ല, ഗുണമേ ചെയ്തു. പക്ഷെ നമ്മൾ അതിന് ദോഷം ചെയ്യുക. അപ്പോൾ അത് മണ്ണ് മോശമായി, വായു മോശമായി, വെള്ളം മോശമായി, എല്ലാം പോയി ഒന്നിനും കൊള്ളാത്ത പരിപാടി. നമ്മളതിനെ സംരക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ അത് ഇങ്ങോട്ട് തന്നോണ്ടിരിക്കും. അന്നത്തെ അധ്യാപകരെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അവരൊക്കെ നമ്മളോടൊക്കെ കൊച്ചു കുഞ്ഞുങ്ങളായതുകൊണ്ട് നമ്മളോടൊക്കെ വളരെ സ്നേഹമായിട്ട് പെരുമാറുന്നത്. ഞാൻ ആദ്യമായിട്ട് സിംഹാസനായപ്പോൾ അദ്ദേഹം എൻ്റെ വീട്ടിൽ വന്ന് എനിക്ക് വേണ്ട എല്ലാ അനുമോദനമൊക്കെ പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാൻ മദ്ബഹായിലൊന്നും കയറിയിട്ടില്ല, സെമിനാരിൽ പോകുന്നത് വരെ. പുത്തങ്ങാൽ കൊച്ചു തിരുമേൻ കേട്ടിട്ടുണ്ടോ? ഗീവർഗീസ് മാർ പീലിക്സിനോസ് തിരുമേനി. അത് നിങ്ങൾ അറിയണം. ഇത് പ്രധാനമായിട്ട് ഓർമ്മ മതി. ആ പ്രാർത്ഥന നിങ്ങൾ എവിടെയെങ്കിലും കണ്ടുപിടിക്കണം. മത്തായി ശ്ലീഹായുടെ പ്രാർത്ഥന. അദാമിനും ഹവ്വായ്ക്കും കൊടുത്ത കൽപ്പന തോട്ടം സൂക്ഷിക്കുകയും ചെയ്യണം, അതിൽ വേല ചെയ്യുകയും ചെയ്യണം. മധ്യസ്ഥന്മാരിൽ ഏറ്റവും പ്രിയപ്പെട്ടതാരാ? പരിശുദ്ധന്മാർ മധ്യസ്ഥന്മാരൊക്കെയോ അതിലേറ്റവും പ്രിയപ്പെട്ടതാ? അത് തോമസ് ശ്ലീഹ. ഓലക്കൊട ചെയ്ത് തരുമായിരുന്നു. അപ്പം അത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ അത് സ്കൂളിൻ്റെ വരാവുന്നതിലൊക്കെ കാറ്റടിക്കുമ്പോൾ അത് പറഞ്ഞ് ഇത് പങ്ക് പോകും. അതായത് കർത്താവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ അർത്ഥത്തിൽ ഒരു അണുപോലും നഷ്ടപ്പെടാതെ അത് അതിനകത്ത് ഉൾക്കൊള്ളിച്ചു. തിരുവിനീതെ ബാല്യകാലത്തെ പറ്റിയുള്ള ഓർമ്മകളൊന്ന് പങ്കുവയ്ക്കാം. മാതാപിതാക്കളും സ്കൂൾ വിദ്യാഭ്യാസം. ദൈവത്തിൻ്റെ വലിയ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ ജന്മസ്ഥലം കോയിപ്പുറം വില്ലേജിൽ നെല്ലിക്കൽ എന്ന സ്ഥലത്താണ്. എൻ്റെ കുടുംബ പേര് പെരുമേത്ത് മണ്ണിൽ വടക്കേ. എൻ്റെ ഇടവക ഇപ്പോഴത്തെ ചെങ്ങന്നൂർ ഭദ്രാസനത്തിൽപ്പെട്ട കോർത്തമല സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് ഇടവകയാണ്. നേരത്തെ ഞങ്ങൾ തുമ്പോൺ ഭദ്രാസനത്തിലായിരുന്നു. അത് വിഭജിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ ചെങ്ങന്നൂർ ഭദ്രാസനത്തിലായത്. ഞങ്ങൾ സാധാരണ കർഷക കുടുംബമാണ്. കൃഷി ചെയ്തൊക്കെ ജീവിച്ചിരുന്നു എൻ്റെ ബാല്യകാലത്തിലത്. എൻ്റെ പിതാവ് ഒരു കർഷകനാണ്, നല്ലൊരു സൺഡേ സ്കൂൾ അധ്യാപകനും കൂടിയായിരുന്നു. 60 വർഷത്തോളം സൺഡേ സ്കൂൾ പഠിപ്പിക്കുകയും ഹെഡ് മാസ്റ്ററായിട്ട് പ്രവർത്തിക്കുകയും ചെയ്തു. അമ്മയുടെ വീട് അയിരൂര് ഒരു പൗരോഹിത്യ കുടുംബത്തിലാണ്. തെങ്ങന്തോട്ടത്തിൽ പഴയ വൈദിക ട്രസ്റ്റിയായിരുന്ന TS എബ്രഹാം കോറപ്പിസ്കോപ്പായുടെ ഒരു സഹോദരൻ്റെ മകളാണ് എൻ്റെ അമ്മ. അങ്ങനെ ഉള്ളൊരു പാരമ്പര്യമുണ്ട്. എൻ്റെ ബാല്യകാലത്തിൽ ഈ കർഷക കുടുംബത്തിൽ ജീവിച്ചതിൻ്റെ അനുഭവം ഇപ്പോഴും ഞാൻ നല്ലതുപോലെ ഓർക്കുന്നു. നെല്ല് കൃഷിയുണ്ട്, കരിമ്പ് കൃഷിയുണ്ട്, തെങ്ങ് ആവശ്യത്തിനുണ്ടായിരുന്നു, കവുങ്ങുണ്ട്, മാവുണ്ട്, പ്ലാവുണ്ട്, എല്ലാ വൃക്ഷലതാദികളും ഉണ്ടായിരുന്നു. പശുവുണ്ട്, ആടിനെ കുറേ നാൾ വളർത്തി, പാലിനൊരു ബുദ്ധിമുട്ടുമില്ല. കോഴി വളർത്തുണ്ടായിരുന്നു, മുട്ട കിട്ടും, എല്ലാം കിട്ടി. യാതൊന്നും ഒരു കൃത്രിമ വളം ഉപയോഗിച്ചതോ രാസപ്രയോഗം ഉള്ളതോ വിഷയുക്തമായോ ഒന്നും കഴിക്കേണ്ടി വന്നിട്ടില്ല ബാല്യകാലം. ഇപ്പോഴാണ് അതൊക്കെ കഴിക്കേണ്ടി വരുന്നത്. അങ്ങനെ സുഭിക്ഷമായി നെല്ല്,
മറ്റ് ചെറുധാന്യങ്ങൾ, അതായത് മുതിര, പയറ്, ചാമ, വരക്, പഞ്ഞപ്പുല്ല്, എല്ലാ കൃഷിയും ഉണ്ടായിരുന്നു. അതൊരു വലിയ സമ്പത്ത് തന്നെയാണ്, ഒരു സംശയമില്ല. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ സ്കൂളിൽ പഠിക്കാൻ പോയത് കോയിപ്പുറം ഗവൺമെൻറ് സ്കൂളിലായിരുന്നു. അന്നത് 4ാം ക്ലാസ് വരെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഹയർ സെക്കൻഡറി സ്കൂളായി. സ്കൂളിൽ പോകുമ്പോൾ ഒരു കുട പോലുമില്ല. കുടയില്ലാത്തപ്പോൾ വലിയ വാഴയില അല്ലെങ്കിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകും. പിന്നെ അല്ലെങ്കിൽ ചേമ്പ്, അറിയാമല്ലോ, ചേമ്പിൻ്റെ വെള്ളം വീണാൽ അവിടെ നിൽക്കുക, ഒഴുകിപ്പോവും. അപ്പോൾ അങ്ങനെ ചേമ്പിൻ്റെ ഇലയോ വാഴയിലയോ ഉപയോഗിച്ച് നനയാതെ സ്കൂളിൽ പോയിട്ട്, പിന്നെ ഒന്നുമില്ലാതെ ഒരു സ്ലേറ്റ് കാണുമെന്ന് എഴുതുന്നത്, സ്ലേറ്റ് തലയിൽ ചൂടിക്കൊണ്ട് പോകാൻ. എന്നാലും ഞങ്ങളുടെ അടുത്ത വീടിനടുത്തൊരു ഈ ഗണകവർഗത്തിൽപ്പെട്ട ഒരു ആളുണ്ടായിരുന്നു. ഈ ഓലക്കുട പണിയുന്ന ആൾ, പണിയാനറിയാം. കണ്ടിട്ടുണ്ടോ ഓലക്കുട? പടത്തിൽ ഓലക്കുട ചെയ്ത് തരുമായിരുന്നു. അപ്പം അത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ അത് സ്കൂളിൻ്റെ വരാന്തയിലൊക്കെ കാറ്റടിക്കുമ്പോൾ അത് പറന്ന് ചെയ്തപ്പോൾ അങ്ങ് പോവും. ഓലക്കുട കൊണ്ടൊക്കെ പോയ കാലം ഓർക്കാണ്. അന്നത്തെ അധ്യാപകരെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അവരൊക്കെ നമ്മളോടൊക്കെ കൊച്ചു കുഞ്ഞുങ്ങളായതുകൊണ്ട് നമ്മളോടൊക്കെ വളരെ സ്നേഹമായിട്ട് പെരുമാറുന്നത്. എന്നാൽ അതേ സമയത്ത് ശകാരിക്കുകയും വഴക്ക് പറയുകയൊക്കെ ചെയ്യും, ശിക്ഷിക്കുകയൊക്കെ ചെയ്യും. എങ്കിലും നല്ല സ്നേഹമുള്ള അധ്യാപകർ. അവർ ആണ്ടിൽ 2-3 പ്രാവശ്യമെങ്കിലും നമ്മുടെ വീടുകൾ സന്ദർശിക്കും. എന്താണെന്ന് ചോദിച്ചാൽ, കുഞ്ഞുങ്ങൾ ആരോഗ്യവാന്മാരായിട്ടിരിക്കുന്നോ, അവർക്ക് അസുഖങ്ങൾ വല്ലതും ഉണ്ടോ, അല്ല അവർ പഠന കാര്യത്തിൽ തൽപരരാണോ, മറ്റെന്തെങ്കിലും അവർക്ക് വിനോദങ്ങളുണ്ടോ, ഹോബിയുണ്ടോ, ഇങ്ങനെയൊക്കെ നല്ല രീതിയിൽ അവർ അന്വേഷിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെയുള്ള അധ്യാപകരുടെ ആ ഒരു ബന്ധം ഇന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. ആ സ്കൂളിലെ പഠനം കഴിഞ്ഞ് പ്രിപ്പയറേറ്ററി ക്ലാസ് എന്നും പറഞ്ഞ ക്ലാസ് ഉണ്ടായിരുന്നു. അന്ന് അതിന് പോകുന്നത് എടയാറുമുള ഏബ്രഹാം മാർത്തോമ്മ മെമ്മോറിയൽ ഹൈസ്കൂളാണ്. അവിടെ അത് പമ്പയാർ കടന്നാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. എടയാറുമുള എന്ന് പറഞ്ഞ സ്ഥലത്ത്, എൻ്റെ വീടിൻ്റെ അവിടുന്ന് 2-3 കിലോമീറ്റർ ഉള്ളെങ്കിലും പമ്പയാർ കടക്കണം. പമ്പയാറത്തെ ഇവിടെ അടുത്ത് കാണാം. അത് വെള്ളം കുറഞ്ഞ സമയത്ത് നടന്ന് ഇറങ്ങിപ്പോവും. വെള്ളം കൂടുതലുള്ള സമയത്ത് വള്ളത്തിൽ പമ്പ ക്ഷോഭിച്ചു കഴിഞ്ഞാൽ വലിയ രൂക്ഷമാണ്. അതേ സമയത്ത് സാധാരണ സമയത്ത് വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഒന്നുകിൽ വലിയ വെള്ളപ്പൊക്കമാണെങ്കിൽ വളരെ സൂക്ഷിച്ച് വള്ളത്തിനകത്ത് ഇങ്ങനെ അടങ്ങിയിരിക്കണം. 10-15 കുട്ടികൾ കയറി അതിനകത്ത് ചൊല്ലി കാണിക്കുന്നവരും. പക്ഷേ വള്ളക്കാരൻ നല്ല ശകാരമൊക്കെ പറഞ്ഞ് അത് പരുവത്തിന് അവരെ അക്കരെ കടത്തി അപകടം കൂടാതെ അങ്ങനെ ഒരു SSLP വരെ 3-4 വർഷം പമ്പയാർ കടന്നാണ് കഴിച്ചിരുന്നത്. SSLP കഴിഞ്ഞാണ് എൻ്റെ സെമിനാരി വിദ്യാഭ്യാസം. ബാല്യകാലം വളരെ സന്തോഷമായി. പിന്നെ എൻ്റെ ഇടവക ഉത്തമർ സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് ഇടവകയിൽ എൻ്റെ വീട്ടിൽ നിന്ന് ദൂരം 3-3.5 കിലോമീറ്റർ ഉണ്ട്. എന്നാലും എൻ്റെ പിതാവ്, എൻ്റെ വല്യപ്പച്ചനുമെല്ലാം പള്ളിയിൽ എല്ലാ ദിവസവും പോകുന്നവരായിരുന്നു. സൺഡേ സ്കൂൾ അപ്പൻ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പള്ളിയിലും സൺഡേ സ്കൂളിലും ക്രമമായിട്ട് പോകാനുള്ള സൗകര്യം. അത് വെള്ളപ്പൊക്കം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ വെള്ളം കയറുന്നതാണ്, പമ്പയാറിന് തീരമായതുകൊണ്ട്. വെള്ളപ്പൊക്കം ഉണ്ടെങ്കിലും സൺഡേ സ്കൂളിൽ പോയിരിക്കും. എങ്ങനെയെങ്കിലും വള്ളത്തിലായാലും നീന്തിയായാലും സൺഡേ സ്കൂളിൽ പോയി ഓർക്കുന്നുണ്ട്. ആദ്യം സൺഡേ സ്കൂളിനായിട്ട് പ്രത്യേക കെട്ടിടങ്ങളൊന്നുമില്ലായിരുന്നു. ഒരു വീട്ടിലാണ്, ഒരു കുടുംബത്തിൽ അതിൻ്റെ ഒരു വരാന്തയിലായിരുന്നു ഞങ്ങളുടെ സൺഡേ സ്കൂള് പഠിച്ചത്. അന്നത്തെ സൺഡേ സ്കൂൾ അധ്യാപകരെയും ഞാൻ നല്ലതുപോലെ ഓർക്കുന്നു. ഞങ്ങളോടൊക്കെ വലിയ സ്നേഹമായിരുന്നു. ഞാൻ മദ്ബഹായിലൊന്നും കയറിയിട്ടില്ല സെമിനാരിൽ പോകുന്നത് വരെ. എന്നാലും ഈ സൺഡേ സ്കൂൾ അധ്യാപകർ, എൻ്റെ പ്രത്യേക അധ്യാപകർ വേവിച്ചാന്ന് പറഞ്ഞൊരാളാണ്. അദ്ദേഹം വളരെ ശ്രദ്ധയോടുകൂടി
ഞങ്ങളെയൊക്കെ പാഠങ്ങൾ പഠിപ്പിക്കുകയും പള്ളിയിൽ വായിക്കുന്നതൊക്കെ വായിപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഞാൻ സെമിനാരിൽ പോകുന്നെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. എന്നെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എഴുത്തയക്കുമായിരുന്നു. എൻ്റെ സൺഡേ സ്കൂൾ അധ്യാപകൻ വരുമ്പോൾ കാണുമായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഷമ്മാസനായപ്പോൾ അദ്ദേഹം എൻ്റെ വീട്ടിൽ വന്ന് എനിക്ക് വേണ്ട എല്ലാ അനുമോദനമൊക്കെ പറഞ്ഞ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അന്നത്തെ സൺഡേ സ്കൂൾ അധ്യാപകരെ ശ്രദ്ധിച്ചത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഇന്നും സൺഡേ സ്കൂൾ അധ്യാപകരങ്ങനെ ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാവരോടും കാണുകയില്ലായിരിക്കും, എങ്കിലും അങ്ങനെ ആ ബാല്യകാലം അങ്ങനെ കഴിയും. പിന്നെ സെമിനാരി വിദ്യാഭ്യാസം. അപ്പം ഒരുപാട് തിരുമേനിയുടെ ജീവിതത്തെ ഒരുപാട് സ്വാധീനിച്ച അധ്യാപകരുണ്ടല്ലേ? അതുപോലെ സുഹൃത്തുക്കളുണ്ടായിരുന്നോ? സുഹൃത്തുക്കള് അന്ന് 4ാം ക്ലാസ് വരെ പഠിച്ച സുഹൃത്തുക്കൾ ഇപ്പോഴും ഉണ്ട്. അവരൊക്കെ ഇപ്പോഴും കാണുമ്പോൾ വലിയ സ്നേഹമാണ്. ഇടവകയിൽപ്പെട്ടവരുണ്ട്, ഹിന്ദുക്കളുണ്ട്, മറ്റുള്ളവരുണ്ട്. അവരെല്ലാം ഇപ്പോഴും ഉള്ളവരെല്ലാം കാണുകയും ആ സൗഹൃദം പുതുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ പലരുമുണ്ട്, അവർ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. പിന്നെ ഹൈസ്കൂളിൽ പഠിച്ചപ്പോൾ സുഹൃത്തുക്കളും ഇപ്പോഴുള്ള ഒരു IPS ഇതിനടുത്തക്കരെ ഒരു പരമേശ്വരൻ പിള്ള എൻ്റെ കൂടെ ഹൈസ്കൂളിൽ പഠിച്ചതാണ്. പിന്നെ ഒരു ആളിനെയും പരിചയമുള്ള ആകാം. കാരണം മൂത്താമ്പാക്കൽ കൊച്ചു ന്യൂദേശിന് കേട്ടുണ്ടോ? വലിയ പ്രസിദ്ധനായ പാട്ടുകളില്ല. എൻ്റെ സമ്പത്തെന്ത് ചൊല്ലുക, അങ്ങനെ ഒരുപാട് നല്ല പാട്ടുകൾ, പഴയ പാട്ടുകൾ എഴുതിയ ഒരു മൂത്താമ്പാക്കൽ മൊത്തമാ സഭയാണ്. അദ്ദേഹം മാനേജ് ആയിരുന്ന സ്കൂളാണ് AMM ഹൈസ്കൂള്. പക്ഷെ അദ്ദേഹം ഒരു വലിയ സിദ്ധനായിരുന്നു. 14 ദിവസമൊക്കെ ഉപവസിക്കും. മാരാവൺ കൺവെൻഷന്, കൊട്ടാരക്കര കൺവെൻഷന് ദേശം മുഴുവൻ പോയി സുവിശേഷ പ്രവൃത്തി ചെയ്യുന്ന ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ, പഴയ പാട്ടുകളൊക്കെ അന്ന് അതിരാവിലെ തിരുസന്നിധിയിലൊക്കെ പാട്ടുകളില്ല, അദ്ദേഹം എഴുതിയ മനമേ പക്ഷിഗണങ്ങൾ കേട്ടിട്ടില്ലേ? പാട്ടുകളൊക്കെ അദ്ദേഹം എഴുതിയ വലിയ സുന്ദരമായ പാട്ട്. അദ്ദേഹത്തിൻ്റെ കൊച്ചുമകൻ്റെ സഹപാഠിയാണ് ഒരു ബെഞ്ചമിൻ അച്ഛൻ മരിച്ചു. പിന്നെ ഹൈസ്കൂളിൻ്റെ പ്രിൻസിപ്പൽ ഒരു വർഗീസ് സോസാണ്, സാർ മരിച്ചുപോയി. അങ്ങനെയുള്ള അതെല്ലാം എൻ്റെ സുഹൃത്തുക്കളായി. അതൊരു വലിയ അനുഭവമാണ്. ഇപ്പോഴീടെ ഞാൻ ഈ IPS പാസ്സായ ആളിനെ നല്ല ജോലിയിലായിരുന്നു. അദ്ദേഹത്തെ ഞാൻ കാണും, വളരെ സൗഹൃദം കഴിഞ്ഞു. ഒരു ശുശ്രൂഷകനായി, പിന്നീട് ഒരു അച്ഛനായി, അതിനുശേഷം ഇപ്പം മെത്രാപ്പോലീത്തയെ തുടരുകയാണ്. അപ്പം ഇതിനെല്ലാം തുടക്കമായിട്ടൊരു ദൈവവിളി ഉണ്ടായിരുന്നല്ലോ. അപ്പം ആ ഒരു അനുഭവത്തെ പറ്റി ഒന്ന് പങ്കുവയ്ക്കാമോ? ദൈവവിളി എന്ന് പറഞ്ഞാൽ പുത്തങ്കാവിൽ കൊച്ചു തിരുമേനി കേട്ടിട്ടുണ്ടോ? ഗീവർഗീസ് മാർ പീലിക്സിനോസ് തിരുമേനി. അത് നിങ്ങൾ അറിയണം. ഇതിനകത്തെ പുസ്തകങ്ങളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ അതൊരു വലിയ വ്യക്തിത്വമായിരുന്നു സഭയിൽ. നിങ്ങൾ കുറിച്ചിലെ ബാബാദിക്കെന്ന് കേട്ടിട്ടുണ്ടോ? ബാബാ തിരുമേനിയുടെ വലിയ ഒരു ഇളയ സഹോദരൻ പോലെ 53-ാമത്തെ വയസ്സിൽ കാലം ചെയ്തു. 30-ാമത്തെ വയസ്സിൽ മെത്രാച്ചനായതാണ്. അപ്പോൾ ചുരുങ്ങിയ കാലം കുത്തങ്ങാവെന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്താണ്. കിഴക്കേ തലയ്ക്കൽ തോമ കർത്തനാരുടെ മകനാണ്. അപ്പം വൈദികന്. പിന്നെ ചെങ്ങന്നൂർ ഭദ്രാസിലെ തൊട്ട് മുൻപ് ഭരിച്ചിരുന്ന തോമസ് മാർ അത്താനാസ്യോസ് തിരുമേനി കേട്ടിട്ടുണ്ടോ? ആ തിരുമേനിയുടെ പിതാവിൻ്റെ സഹോദരനാണ് പുത്തങ്കാവിൽ കൊച്ചു തിരുമേനി, ഗീവർഗീസ് മാർ പീലിക്സിനോസ് തിരുമേനി. വലിയ ഒരു ഡൈനാമിക് പേഴ്സണാലിറ്റിയാണ്. നല്ല ചെറുപ്പമാണ്. 30-ാമത്തെ വയസ്സിന് ഉത്തരവാദിത്തമായെന്ന് പറഞ്ഞാൽ അപ്പോൾ ആര് നിങ്ങളെപ്പോലെ ഇവരെ കണ്ടു കഴിഞ്ഞാൽ
മോനെ വാടാ എൻ്റെ കൂടെ വന്ന് താമസിക്കും. പത്തനംതിട്ട ബേസിൽ ദേറ ഉണ്ടാക്കിയ അദ്ദേഹമാണ്. ബസേൽ അരവിനെന്ന് കേട്ടിട്ടുണ്ടോ? ചെങ്ങന്നൂർ ബസേൽ അരവിന ചെങ്ങന്നൂർ ഭദ്രാസനത്തിൻ്റെ ആസ്ഥാനമാണ്. അപ്പോൾ അവിടെ ബസേൽ എന്ന് പറഞ്ഞാൽ വെറും ചതുപ്പ് നിലമായിരുന്നു. അവിടെ അദ്ദേഹം താമസിക്കാൻ തുടങ്ങി. അവിടെ നിന്ന് ബസ്സിൽ യാത്ര ചെയ്ത് പത്തനംതിട്ട മാക്കാംകുന്നിൽ പോകുമായിരുന്നു. അന്നത്തെ കാലത്തിനൊക്കെ ബസ്സിൽ യാത്ര ചെയ്തെന്ന് പറഞ്ഞാൽ ഇന്ന് വല്ലതും ചിന്തിക്കാനൊക്കെ 2 കുപ്പായത്തിൽ കൂടുതലില്ലായിരുന്നു. ഒരു മസനച്ച ഇതറിയാമോ? എന്തുവാ? സന്യാസിയുടെ വേഷമാണ്. എത്രച്ചന്മാരാകുമ്പോഴേ തന്നെയാണ്. എത്രച്ചന്മാരെല്ലാം സന്യാസികളെങ്കിൽ ഒരു മസനച്ച മാത്രം ഉണ്ടായിരുന്ന ഒരു വസ്ത്രത്തിൽ അങ്ങപ്പൊക്കെ ഇഷ്ടം പോലുണ്ട്. അത് വൈകിട്ട് കഴുകി അവിടെ തൂത്ത് ഉണക്കി രാവിലെ ഉപയോഗിക്കുകയാണ്. ഒരു കുപ്പായം ഇത്രയ്ക്ക്. പക്ഷേ ചെങ്ങന്നൂർ നിന്നുള്ള ബസ്സിൽ കയറി പത്തനംതിട്ട ഇറങ്ങി മാക്കാംകുന്നെന്ന് പറയുന്ന സ്ഥലത്ത്, അതായത് ഇപ്പോൾ കോളേജ് കാതലിക് കോളേജ് ഇരിക്കുന്ന സ്ഥലം, അവിടെ വരെ നടന്ന് ഒരു 2 ഏക്കർ സ്ഥലത്താണ് അദ്ദേഹം ഒരു വേറ സ്ഥാപിക്കാൻ തുടങ്ങിയത്. അന്ന് അനേകരെ വിളിച്ചുകൊണ്ട് പോയി. ഞാൻ അദ്ദേഹത്തെ കാണുന്നൊരു ചിലവർ കാണുന്നുണ്ട്. പക്ഷെ എനിക്ക് ഓർമ്മയായത് 8, 7, 9 വയസ്സുള്ളപ്പം മുതൽ. പക്ഷെ എനിക്കൊരു 15 വയസ്സായപ്പോൾ അദ്ദേഹം കാലം ചെയ്യും. അതിനിടയ്ക്ക് എൻ്റെ വീട്ടിൽ നിന്ന് അപ്പനോ അമ്മയോ എൻ്റെ വല്യപ്പച്ചനോ ഒക്കെ ഈ പുത്തങ്കാവ് പെരുന്നാളൊക്കെ മുമ്പ് തിരുമേനിയൊക്കെ കൊണ്ട് കാണിക്കും. തിരുമേനി. അപ്പോൾ ആ പ്രായത്തിൽ പോലും എനിക്ക് എൻ്റെ ചെള്ളയ്ക്കടിക്കുകയോ അല്ലെങ്കിൽ തോളത്തടിച്ചിട്ട് മധുര പലഹാരങ്ങൾ തന്നു ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. എന്നേക്കാൾ പ്രായമുള്ളവരെ വിളിച്ച് അരമനയിൽ ദേറായിൽ കൊണ്ട് താമസിച്ചു. 1-2 പേരുടെ പേര് ഞാൻ പറയാം. ആ പുത്തങ്കാവ് തന്നെയുള്ള മലയമേലത്തേതിൽ MK തോമസ്, അതായത് തമ്പി എന്ന് പറയുന്ന ആൾ വിളിച്ചു, കൂടെ പോയി. മെഴുവേലി സ്വദേശിയായിരുന്ന PS ശമുവേൽ. ഇനി അദ്ദേഹം കാലം ചെയ്തത് മരത്തങ്കോടും കുന്നംകുളത്ത് വെച്ചാണ്. കാതോലിക്ക ദിനത്തെക്കുറിച്ച് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് നെഞ്ചുവേദനയുണ്ടായി. ഹോസ്പിറ്റലിലാക്കി. പ്രസംഗം പൂർത്തിയാക്കാൻ സാധിച്ചില്ല. അവിടെ വെച്ചാക്കാൻ അന്ന് കൂടെ ഉണ്ടായിരുന്ന സെമ്മാസനാണ് PS ശമുവേൽ. മെഴുവേലി സ്വദേശിയാണ്. അന്ന് സെമ്മാസനാണ്. ആ ഫോട്ടോയിൽ ആ സെമ്മാസൻ്റെ പടം. അപ്പോൾ അദ്ദേഹത്തെ വിളിച്ചു. അടുത്ത് തന്നെ ആറാട്ടൂർ സ്വദേശി ഒരു ബേബി എന്ന് പറയുന്നത്, അതായത് പിന്നീട് നമ്മുടെ കാതോലിക്കേറ്റ് ഹൈസ്കൂള്, NGM ഹൈസ്കൂള് ഒക്കെ പഠിപ്പിച്ച KC ഉമ്മനച്ചൻ, J4S റമ്പാച്ച്, അദ്ദേഹത്തെ വിളിച്ചു. പിന്നൊരു സഭാകവി CP ചാണ്ടി, കേട്ടിട്ടുണ്ടോ? അദ്ദേഹം നമ്മുടെ ആരാധനാഗീതങ്ങൾ മുഴുവൻ. വെണ്ണിക്കുളം സ്വദേശിയാണ്. മലയാള പണ്ഡിതനാണ്. അദ്ദേഹത്തെ കണ്ടപ്പോൾ നല്ല കഴിവുള്ള ആളാണെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തെ വിളിച്ച് ആദ്യം പുത്തങ്കാവ് മെട്രോപൊളിറ്റൻ ഹൈസ്കൂളിൽ നിയമിച്ചു. 3 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും പത്തനംതിട്ടയ്ക്ക് മാറ്റി. ബേസിൽ ദേറായിൽ 5-10 പേര് ആയി. CM വർഗീസ് അച്ഛന്, സഭാകവി CP ചാണ്ടി സാറ് വൈദികനൊന്നും ആയില്ലെങ്കിലും നമ്മുടെ ആരാധനാഗീതം മുഴുവൻ, ഞായറാഴ്ച നമസ്കാരം, സാധാരണ ശ്രീമാ നമസ്കാരം, മാമോദിസായുടെ പാട്ട്, വിവാഹത്തിൻ്റെ പാട്ട്, സവാടത്തിൻ്റെ പാട്ട്, പള്ളി കുദാശ, പട്ടംകുട, പിന്നെ പെരുന്നാളുകളെല്ലാം പദ്യമാക്കിയത് ഈ സഭാകവി CP വെണ്ണിക്കുളം സ്വദേശിയാണ്. അങ്ങനെ കുറേ പേരെ അദ്ദേഹം വിളിച്ചു കൊണ്ടുവന്നു. അപ്പോൾ അന്ന് ആ ചെറുപ്പം മുതൽ ഞാനിവിടെ അദ്ദേഹത്തെ പരിചയമെന്ന്. അതാണ് എൻ്റെ. പക്ഷെ ഞാൻ അദ്ദേഹം കാലിൻ്റെതിന് ശേഷമാണ് പത്തനംതിട്ട ബേസിൽ ദേറായിൽ പോകുന്നത്. പിന്നീടത്തെ പിൻഗാമി ദാനിയേൽ മാർ ഫീലിക്സിനോസ് തിരുമേനിയാണ്. അന്നാണ് തിരുമേനിയാണ് എനിക്ക് വലിയ സെമിനാരി വിദ്യാഭ്യാസം കഴിഞ്ഞ് ഷമ്മാശുസ്ഥാനം തന്ന് പിന്നീട് എന്നെ 1958 53 സെമിനാരി പഠിക്കാൻ പോയി. 57 പഠിത്തം കഴിഞ്ഞു. 58
എന്നെ തിരുമേനി അവിടെ കുളിച്ചുകൊണ്ട് പോയി സെമ്മാസിനകത്ത് തിരുമേനി സെക്രട്ടറി ആയിട്ട് 6 വർഷം പ്രവർത്തിച്ചു. അതാ സെമിനാരി വിദ്യാഭ്യാസം കഴിഞ്ഞു. അങ്ങനെ ഇപ്പം അവിടെ പോയല്ലോ. പോയതിന് ശേഷം എപ്പോഴാണ് തിരുമേനിക്കൊരു തോന്നൽ തോന്നിയത് ദൈവവിളിയാണിത് എന്നൊരു എൻ്റെ വല്യപ്പനാണ് അതിനെ ആദ്യമായിട്ട് എന്നെ ഓർമ്മിപ്പിക്കുന്നത്. എനിക്ക് സന്തോഷമായി. വൈദികരൊക്കെ അതിനെ പിന്തുണ തന്നു. അന്നത്തെ വലിയച്ഛന്മാർ അതൊരു പ്രചോദനം. തിരുമേനിയെ കണ്ടതും അതാണ് ഇപ്പം എൻ്റെ ഏറ്റവും വലിയ പ്രചോദനം. തിരുമേനി ഇങ്ങനെ എൻ്റെ വളരെ 10 വയസ്സ് മുതൽ ഇങ്ങനെ ഒരു സംസാരിക്കാനും അടുത്ത് നിന്ന് അനുഗ്രഹമൊക്കെ കിട്ടി. അതൊരു ചിന്തയായി. അപ്പോൾ അങ്ങനത്തെ ഒരു വൈദികനാകുന്നതിന് വളരെ സന്തോഷമായി. പക്ഷേ ഈ എൻ്റെ കൂടെ പഠിച്ചവരുടെ കൂടെ കോളേജിൽ പോകണമെന്നുണ്ട്. കോഴഞ്ചേരി കോളേജ് എനിക്ക് അടുത്തുള്ളൂ. പോകണമെന്നുണ്ടായിരുന്നെങ്കിലും ആദ്യം അഡ്മിഷൻ കിട്ടിയത് സെമിനാരിക്കാണ്. 2 അപേക്ഷിച്ചു. ഇൻ്റർവ്യൂവിന് കാർഡ് ആദ്യം വന്നത് സെമിനാരിയിലാണ്. അതുകൊണ്ട് ആദ്യം അവിടെ പോയി. അപ്പോൾ എൻ്റെ വലിയപ്പച്ചൻ അന്നേ പറഞ്ഞു അവന് പിന്നെ കോളേജിൽ പഠിക്കാനുള്ള അവസരം കിട്ടുന്നു. അത് അതുപോലെ കിട്ടി. പത്തനംതിട്ട ചെന്നപ്പോൾ പത്തനംതിട്ട തിരുമേനി എന്നെ കോളേജിൽ വിട്ടു. പ്രീ യൂണിവേഴ്സിറ്റി മുതൽ. അങ്ങനെ സെമിനാരി പഠിച്ചപ്പോൾ ഞങ്ങളുടെ പ്രിൻസിപ്പല് വട്ടക്കുന്നേലെ ബാബാ തിരുമേനി കണ്ടിട്ടില്ല. ഞാൻ എൻ്റെ വലിയ ഗുരുവാണ്. നമ്മുടെ സഭയുടെ മുഴുവൻ ആദ്യത്തെ മാത്യൂസ് മാർ അത്താനാസ്യോസ് വട്ടക്കുന്നേൽ. പിന്നെ ഞങ്ങൾ ചെന്ന വർഷമാണ് അദ്ദേഹം മെത്രാച്ചനാകുന്നത്. 1953 മെയ് 15-ാം തീയതി മെത്രാച്ചനായി. ജൂൺ ജൂലൈ ആയപ്പോഴത്തേക്ക് ഞങ്ങളെ പഠിപ്പിക്കാൻ തുടങ്ങി പ്രിൻസിപ്പൽ. പിന്നെ ഒസ്താത്യോസ് തിരുമേനി അറിയത്തില്ലേ, MV ജോർജ് സെമ്മാസനായിട്ട് ഞങ്ങളെ പഠിപ്പിച്ചു. KJ ജോഷുവാച്ചന് 2ാമത്തെ 54 വന്നു, ഞങ്ങളെ പഠിപ്പിച്ചു. പിന്നെ തൃക്കോത്തുള്ള പുതുപ്പള്ളി അടുത്തുള്ള യോഹന്നാൻ അച്ഛൻ, അതായത് യൂഹാനോൻ മാർ സേവേറിയസ് തിരുമേനി കൊച്ചു ഭദ്രാസനത്തിൽ മെത്രാപ്പൊലി, വലിയ സുറിയാനി പണ്ഡിതനായിരുന്നു. എല്ലാം പരിശുദ്ധ പാമ്പാടി തിരുമേനിയുടെ ശിഷ്യനായി. അപ്പോൾ അദ്ദേഹമാണ് സുറിയാനി പഠിപ്പിച്ചത്. പിന്നെ കോട്ടയം ചെറിയപള്ളി ഇടവയിലുള്ള ഫാദർ K. ഫിലിപ്പോസ്, അതായത് ഫിലിപ്പോസ് മാർ തെയോഫിലോസ്, ബോംബെ മെത്രാപ്പൊലീത്ത, അദ്ദേഹം ഞങ്ങളെ പഠിച്ചു. പിന്നെ വലിയ ലോകപ്രശസ്തനായ വേദശാസ്ത്രജ്ഞൻ ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ്, കേട്ടിട്ടില്ലേ? അദ്ദേഹം പോൾ വർഗീസായിട്ട് പട്ടം മുമ്പ് ഞങ്ങളെ പഠിപ്പിച്ചു. അങ്ങനെ സെമിനാരി വിദ്യാഭ്യാസം വളരെ സന്തോഷമായിട്ട്, അതൊരു ND സെമിനാരിയല്ല ഞാൻ പഠിച്ചത്, അല്ലാതെ ഇപ്പോഴത്തെ പഴയ സെമിനാരിയല്ല. പഴയ സെമിനാരി അന്ന് പൂട്ടിക്കിടക്കുക, കക്ഷി വഴക്കുണ്ട്, തുറന്നിട്ടില്ല. 58 തുറന്നു. ഞങ്ങൾ 57 പഠിത്തം കഴിഞ്ഞു. അപ്പോൾ 53 അത് പൂട്ടിക്കിടക്കുകയാണ്. MD സെമിനാരി അറിയാൻ വേണ്ടി മനോരമയുടെ അടുത്തുള്ള MD സെമിനാരിയിലാണ് ഞങ്ങൾ പഠിച്ചത്. അങ്ങനെ വൈദിക വിദ്യാഭ്യാസം അങ്ങനെയാണ് കഴിഞ്ഞ്. പിന്നെ ഇവിടെ 10 ദിവസം വന്ന് താമസമായി. തിരുമേനി 20-ൽ പരം ഇടവകയിൽ ഭരണം നടത്തിയിട്ടുണ്ടല്ലോ, സേവനം അനുഷ്ഠിച്ചിട്ടുണ്ടല്ലോ 20-ൽ പരം. അപ്പം അതിൽ ഉണ്ടായിരുന്ന നല്ല നല്ല ഓർമ്മകളൊന്നും പങ്കുവയ്ക്കുക. അത് ഓർമ്മ പറഞ്ഞാൽ തീരത്തില്ല. അതുപോലെ ഞാൻ അച്ഛനായത് 1964 മാർച്ച് 15-ാം തീയതി, അതായത് കത്തോലിക്കാ ദിനം ദിവസമായിരുന്നു. 36 അറിയാമല്ലോ, ആ ദിവസമാണ്. ഞാൻ സെമ്മാസിനായി ആദ്യം കുണ്ടറ NGDH പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴെനിക്ക് പട്ടം തരാനായിട്ട് ഡാനിയൽ മാർ ബിലക്സൻസ് ഇവന് ഡേറ്റ് നിശ്ചയിച്ചു. അതായത് 64 ജനുവരി 1-ാം തീയതി പട്ടം തരാനായിട്ട് നിശ്ചയിച്ച് തീയതി വന്നു. ഞാൻ സ്കൂളിൽ പഠിപ്പിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ 64 ഡിസംബർ അവസാനം ജനുവരിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ വലിയ ബാവ കുറിച്ചിതേ ബാവ, അതായത് ബെർസേലിയോസ് ദീപതി ഡിസൈൻ ബാവ ആസന്ന മരണനായി കിടപ്പിലായി.
ഫീലിക്സിനോസ് തിരുമേനി അദ്ദേഹത്തിൻ്റെ വലിയ സഹായിയായി, അസിസ്റ്റൻ്റായി. അദ്ദേഹത്തിന് ചുമതലയുള്ളത് കൊണ്ട് ആ സമയത്ത് കൂടുതൽ അവിടെ പോകേണ്ടതുകൊണ്ട് എന്നോട് പറഞ്ഞു പട്ടം കൂടെ മാറ്റി വെച്ചാൽ. പട്ടം കൂടെ മാറ്റി വെച്ചു. അത് 64 ജനുവരി 1 നിശ്ചയിച്ചത് മാറ്റിവെച്ചു. അപ്പോൾ ജനുവരി 3 തിരുവനന്തപുരത്ത് കാലം ചെയ്തു. ഞാനന്ന് കൊണ്ടു പഠിപ്പിക്കുകയാണ്. അവിടുത്തെ കുട്ടികളെ ഒക്കെ പോവുകയൊക്കെ ചെയ്തു. കബടക ശുശ്രൂഷ എല്ലാം കഴിഞ്ഞു. അപ്പോൾ ജനുവരി കഴിഞ്ഞു, ഫെബ്രുവരി കഴിഞ്ഞു, മാർച്ച് 10 ആയപ്പോഴെനിക്ക് ഒരു കൽപ്പന ഫീലിക്സിനോസ് തിരുമേനി പൂണ്ടൂർ സെമിനാരിയിലേക്ക് അയച്ചു. പട്ട് വയ്ക്കുന്ന കാര്യം എന്തായി? ഒന്നും കേൾക്കുന്നില്ലല്ലോ. അടുത്ത ഞായറാഴ്ച, അതായത് 36 ഞായറാഴ്ച വഞ്ചിത്ര പള്ളിയിൽ വന്നാൽ അത് സൗകര്യമായിരുന്നു. മടങ്ങുന്ന തപാലിൽ മറുപടിയായി. പെട്ടെന്നായിരുന്നു. 3 ദിവസമേ ഉള്ളൂ. ഞാൻ ഓടി ആദ്യം വലിയ ഗുരുവിനെ വട്ടക്കുന്നിലെ ബാബാ തിരുമേനി, അന്ന് മെത്രാച്ചൻ, പോയി അനുഗ്രഹമൊക്കെ പ്രാപിച്ച് വന്ന് 3 ദിവസം കൊണ്ട് എല്ലാവരോടൊക്കെ പറഞ്ഞ് വഞ്ചിത്രപ്പള്ളി ബസഹാലിനെയാന്ന് പറയുന്നത് പള്ളിയിൽ വെച്ച് അച്ഛനായ. അന്ന് ഇങ്ങനെയുള്ള മാധ്യമങ്ങളൊന്നുമില്ല, മൊബൈലില്ല, ക്യാമറ ഇല്ല. ക്യാമറ ഒന്നും അവന് അനുവാദവുമില്ല. പള്ളിക്കകത്ത് ക്യാമറ ഒന്നും അനുവാദമില്ല. പട്ടംകൊടയ്ക്ക് ഒരച്ഛനുണ്ടായിരുന്നു, വികാരിയച്ഛൻ. ഒരു സിംഹാസനം. ഇപ്പോഴത്തെ KV ജോസഫ് റമ്പാൻ കേട്ടിട്ടുണ്ടോ? പുതുപ്പള്ളി സ്വദേശിയാണ്, ഇപ്പോൾ പാമ്പാടിയിൽ താമസമാണ്. KV ജോസഫ് റമ്പാത്തിന് ഐമേനിയായിട്ട് എൻ്റെ കൂടെ പട്ടം കൊടയ്ക്കുണ്ടായിരുന്നു. എൻ്റെ സഹപാഠി ഒരേ വർഷം പഠിച്ചതാണ്. KV ജോസഫ് കണ്ടിട്ടുണ്ടോ? പാമ്പാടി യൂണിറ്റ്സ്. അങ്ങനെ പട്ടം കൊട കഴിഞ്ഞു. പട്ടം കൊട കഴിഞ്ഞപ്പോൾ ആദ്യമായിട്ട് അച്ഛന്മാരില്ലാത്ത പള്ളിയിലൊക്കെ പോയി കുർബാനയില്ല. തിരുമേനിയുടെ കൂടെ നിൽക്കുക ആയതുകൊണ്ട് ഈ ആഴ്ച അങ്ങോട്ട് പോകും, അടുത്ത ആഴ്ച വേറെ. അങ്ങനെ കുറച്ചാൾ പോയി. ഇന്ന് ആദ്യമായിട്ടുള്ള 2 പള്ളികളാണ്. ഒന്ന് ഇവിടെ പുല്ലാട് മങ്ങാട്ട് പള്ളി, കെട്ടുവീടുള്ള പള്ളി. ഇവിടെ ഇക്കരെ കുറിച്ചുമുട്ടിട്ട് ഒരു 14 വീടുള്ള പള്ളി. 2 തവണ മാറി ചൊല്ലി. പിന്നെ ഇടനാട്, വാഴമുട്ടം, പിന്നെ അങ്ങ് തണ്ണിത്തോട്, തേക്കുതോട്, കൊടപ്പന, അയിരൂർ ശാലയും, വാഴമുട്ടം കിഴക്കപ്പള്ളി, പിന്നെ തോണിക്കടവ്, വെച്ചൂച്ചിറ, വയലക്കല ബെറ്റ്സി, ഇങ്ങനെ കുറേ പള്ളികളുടെ വികാരിയായി. കൊച്ചു പള്ളിയിലായതുകൊണ്ട് വളരെ സന്തോഷമായിരുന്നു. വലിയ പള്ളിയിലാകുന്നതിൽ എനിക്ക് കോളേജിൽ സ്കൂളിൽ ജോലി ഉണ്ടായിരുന്നു, പിന്നെ കോളേജ് ജോലി ഉണ്ടായിരുന്നതുകൊണ്ട് കൊച്ചു പള്ളികളാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അധ്യാപക വൈദികരാണ്. മറ്റേത് ഫുൾ ടൈം അച്ഛന്മാരവേ അത്. ഞങ്ങളൊക്കെ പാർട്ട് ടൈം അധ്യാപക വൈദികർ. എന്നാലും പള്ളികളെല്ലാം 25 പള്ളികളിലും ഞാൻ വികാരിയായിരുന്നു. അത് വലിയ അനുഭവമാണ്, ഒരിക്കലും മറക്കത്തില്ല. ഒരു പള്ളിയിലെ ആളുകളും എന്നെ മറക്കരുതെന്നാ തോന്നുന്നത്. ഞാൻ മെത്രാച്ചനായതുകൊണ്ടല്ല, അച്ഛനായിരുന്നപ്പോൾ തന്നെ ഉള്ള പ്രവർത്തനമാണ്. എന്ന് വളരെ സ്നേഹമായിട്ട് ആളുകൾ പെരുമാറിയിരുന്നു. ഞാനും അവരോട് അതുപോലെ തന്നെ പെരുമാറി. ഒരു പള്ളിയിലെ ഒരു കാര്യവും മുടങ്ങേണ്ടി വന്നിട്ടില്ല. എല്ലാ പള്ളിയിലെ എല്ലാ കാര്യങ്ങളും കൊണ്ട് അവിടുത്തെ 10-25 ഇടവകയിലെ ശുശ്രൂഷ നടത്തുന്നുള്ളത് ഒരിക്കലും മറക്കാനൊക്കത്തില്ല. ഇപ്പോഴും അതൊക്കെ ബന്ധപ്പെടുകയും വിളിക്കുകയും എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ പോവുകയും ഒക്കെ ചെയ്യുന്നത്. അതാണ് ഇടവക ഭരണത്തിൽ. ഒരു അധ്യാപക വൈദികനായിരുന്നെന്ന് പറഞ്ഞല്ലോ. അപ്പം ഇന്നത്തെ ഒരു എഡ്യൂക്കേഷനും അതുപോലെ അന്നത്തെ ഒരു വിദ്യാഭ്യാസം തമ്മിൽ ഒത്തിരി വ്യത്യാസങ്ങളുണ്ടല്ലോ. ഒരു ശിഷ്യബന്ധത്തിലാണേലും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അപ്പം ആ വ്യത്യാസങ്ങളെ പറ്റി ഒന്ന് പറയാമോ?
വ്യത്യാസം എന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ എൻ്റെ ക്ലാസ്സിൽ ഞാൻ സയൻസാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്, പ്രത്യേകിച്ച് ബയോളജി. ആ സയൻസ് അധ്യാപകൻ എന്നുള്ള നിലയിലും ഇംഗ്ലീഷും പഠിപ്പിക്കുമായിരുന്നു. അവരൊക്കെ ഞാൻ ആദ്യം പഠിപ്പിച്ച സ്കൂളിലെ കുട്ടികളെ മിക്കവാറും ഇപ്പോഴും എനിക്കറിയാം. അവരെപ്പോഴും കോണ്ടാക്ട് ചെയ്യുന്ന പറയുന്നത് ഒരു ഗില്ലറ്റ് പണിക്കർ എന്ന് പറഞ്ഞ ഒരാളെ കൊണ്ടുപോയെന്നെ പഠിപ്പിച്ച് അമേരിക്കയിലുള്ള ആൾ കഴിഞ്ഞ മാസം എന്നെ വിളിക്കുകയും എനിക്കൊരു ഓൾഡ് ഏജ് ഹോമുണ്ട് വെച്ചൂച്ചറ പെരുന്തേനരുവിക്കടുത്ത് മേഴ്സിയുണ്ട്, അതിലേക്കുള്ള സഹായത്തിന് പണമായിട്ടൊന്നു. എന്നെ അതിൽ പിന്നെ 2 ക്ലാസ്സേ കണ്ടിട്ടുള്ളൂ. അമേരിക്കയിൽ പോയപ്പോഴേക്ക് ഞാൻ കണ്ടു. അത്രയും, അതായത് 1962 പരിചയമാവും. ഇത്രയും വർഷമായിട്ടും അതെന്നോട്. ഇന്ന് അതുപോലെയുള്ള വിദ്യാർത്ഥികളെ ഏത് സ്ഥലത്തും ഇന്ന് ഞാൻ പഠിപ്പിച്ച കോളേജിൽ ഓൾഡ് സ്റ്റുഡൻസിൻ്റെ മീറ്റിംഗ് ഉണ്ട്, അലൂമിനായി അസോസിയേഷൻ. അവിടെ ചെന്നപ്പോഴേ ഞാൻ പഠിപ്പിച്ച കുട്ടികൾ ഒത്തിരി ഉണ്ടായിരുന്നു. എല്ലാം റിട്ടയർ ചെയ്തു. എന്നിട്ടും അവരെല്ലാവരും വന്ന് കണ്ടു, ഞാൻ സംസാരിച്ചു. അപ്പം അതൊക്കെ വലിയ ഒരു അനുഭവമാണ്. പിന്നെ ഞാൻ കാതോലിക്കേറ്റ് ഹൈസ്കൂളിലാണ് പഠിപ്പിച്ചത്. അവിടുന്ന് വലിയ വളരെ വലിയ ശാസ്ത്രജ്ഞന്മാർ, ഡോക്ടർ TK അലക്സ് സ്പേസ് റിസർച്ചിൽ, അതായത് ചന്ദ്രയാൻ കേട്ടിട്ടുണ്ടോ? ചന്ദ്രയാൻ അയക്കുന്നതിൽ ഒരു പ്രധാന സയൻറ്റിസ്റ്റാണ് അദ്ദേഹം. രണ്ടാമത് ക്യാപ്റ്റൻ രാജു, ആരും മറക്കത്തില്ല, സിനിമ നടന്ന അദ്ദേഹത്തെ പഠിപ്പിച്ചതാണ്. പിന്നെ ആർട്ടിസ്റ്റ് യേശുദാസ് കേട്ടുള്ളൂ, അദ്ദേഹം അവിടെ പഠിപ്പിച്ചത്, ഞാൻ പഠിപ്പിച്ചതല്ല. ഇന്ന് ഒരു സുരേഷിനെ കണ്ടു, ഭയങ്കര ഈ നാടൻ പാട്ടുകളുടെ വലിയ കഴിവുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള വലിയ സത്യം. പിന്നെ IPSകാരുണ്ട്, IASകാരുണ്ട്, ശിരുമേനിമാരായവരുണ്ട്. മാർത്തോമ്മ സഭയിലെ ഇപ്പോഴത്തെ തീത്തൂസ് കൊട്ടാരത്തിലെ തീത്തൂസ് തിരുമേനി ഞാൻ പഠിപ്പിക്കുക. പിന്നെ എപ്പിപ്പാനിയ തിരുമേനി എൻ്റെ പിൻഗാമിയായിട്ട് സുൽത്താൻ ബത്തേരി വന്ന എബ്രഹാം എപ്പിപ്പാനിയ തിരുമേനി അവിടെ പഠിച്ചതാണ്. പിന്നെ ഇപ്പോഴത്തെ തുമ്മോൻ ഭദ്രാസ മെത്രാപ്പോലീത്ത ഞാൻ പഠിപ്പിക്കുമ്പോൾ അവിടെ പഠിച്ച അദ്ദേഹം കണക്കാണ് പഠിച്ചത്. അതുകൊണ്ട് എൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് അല്ല. അങ്ങനെ തിരുമേനിമാർ അല്ലാത്തവർ വലിയ പ്രശസ്തന്മാർ 75 കോളേജിൽ ഉണ്ടായിട്ടുണ്ട്. സ്കൂളിലുള്ളവരും കോളേജിലുള്ളവരും ഒക്കെ അങ്ങനെ ഒത്തിരി പേര് വലിയ ആളുകളുണ്ട്, രാഷ്ട്രീയക്കാർ.